അപ്പോൾ ഇന്നത്തെ യാത്ര ലേക്ക് ലബാർജിലേക്കാണ്. ലബാർജ് ലേക്ക് ലബാർജ്. വൈഫ് ബൈക്ക് കയറിയിട്ടിപ്പോൾ 2019 നാട്ടിൽ നിന്ന് ലാസ്റ്റ് കയറിയത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ബൈക്ക് കയറുന്നത്. അതിന് മുന്നേ ചെറിയ എന്താ പറയുക ഡ്രൈവേ കൂടി ഒക്കെ ഒന്ന് കറങ്ങിയിരുന്നു. പക്ഷേ ഹൈവേ കൂടി ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇന്ന് ഡിസൈഡ് ചെയ്തു ബൈക്ക് എടുത്തൊന്ന് കറങ്ങാൻ. ഈവനിങ് ആണ്, ഇപ്പോൾ 7:43 ആയി ടൈം, ഈവനിങ്. സോ ഒരു ചെറിയ റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഇറങ്ങാനിരുന്നായിരുന്നു റൈഡിന്. ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയിരുന്നായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ഒരു ക്ലൗഡി ആയിരുന്നു, ചെറുതായിട്ട് കാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ലതാണിപ്പോൾ. അങ്ങനെ മടിച്ചു പോയി, ഇറങ്ങിയില്ല. അങ്ങനെ ലാസ്റ്റ് വൈകുന്നേരമായിരുന്നു വൈഫ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകാം, ഇന്നെ ബൈക്ക് കയറ്റിയില്ലല്ലോ. നമുക്ക് വേറെ ഓപ്ഷനില്ലല്ലോ. അപ്പം വൈഫിന് വേറെ ഹെൽമെറ്റൊന്നും ഉണ്ടായില്ല, ഹെൽമെറ്റും ഗ്ലൗസും ജാക്കറ്റൊന്നും ഉണ്ടായിരുന്നു. അത് അളിയൻ്റെ അടുത്ത് പോയിക്കൊണ്ടു. അങ്ങനെ ഒരു റൈഡ് സെറ്റാക്കിയതാണ്. റൈഡിന് വന്ന വൈഫിന് മൊത്തം പണിയാണ്. റീബയ്ക്ക് ക്യാമറ പണിയായിപ്പോയി അല്ലേ വെക്കൂ. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമ്പ് സൈറ്റിലെത്തും. ലേക്ക് ലബാർജ് എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റോറീസൊക്കെ ഉണ്ട് ഇവിടെ. 30 മൈൽ ഹെറിറ്റേജ് റിവർ, ഐ തിങ്ക് അതാണ് അതിൻ്റെ ഒഫീഷ്യൽ പേര്. പക്ഷേ എല്ലാവരും ഇതിനെ ലേക്ക് ലബാർജ് എന്നാണ് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ മീൻ പിടിക്കട്ടോ. ഇത് ബോട്ട് ഇറക്കാനുള്ള സ്ഥലം കേട്ടോ. ഈ സ്ലാബ് ഇട്ട് വെച്ചേക്കുന്ന കോൺക്രീറ്റിൻ്റെ അതിൽ നമ്മുടെ സായിപ്പുമാർ ബോട്ട് ഇറക്കാം. അപ്പോൾ ട്രക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ബോട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറക്കാം. ട്രക്കിൻ്റെ ബാക്ക് ട്രെയിലർ. ഡ്രോണ് പറപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വിൻഡ് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഡ്രോണ് പറപ്പിക്കില്ല അല്ലേ വെക്കൂ. ഡ്രോണ് പറപ്പിക്കില്ല, അല്ലെങ്കിൽ ഡ്രോണ് വഴിക്കങ്ങ് പോകും, തിരിച്ചു വരില്ല. നല്ല കാറ്റാ. പോവാം. വെട്ടേമുക്കാലല്ലേ? ആ ഇതാണ് RD ആണോ കംഫർട്ടബിള്? ഈ വേണ്ടിയാ? ഞാൻ വൈഫിന് ഏറ്റവും ഇഷ്ടം RD 350 ആയിരുന്നു അല്ലേ? RD 350 ആയിരുന്നു അല്ലേ ഏറ്റവും ഫേവറേറ്റ്? ഇപ്പം മാറി. ആ ഓക്കെ. ആ എനിക്ക് ഓർമ്മയില്ല, കുറേ പോണം. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിൻ്റെ വീട്
എങ്ങനെയാണ് ഈ ലേക്കിൻ്റെ സൈഡിലായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട്, മറന്നുപോയി. വേറൊരു വണ്ടീനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടന്ന് ഇപ്പോൾ ഓർത്തൊക്കെയില്ല എവിടെയാണ്. അപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ബൈക്കൊക്കെ ഇറങ്ങിയതൊക്കെ RD350 എന്ന് പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു. RD350 കുറച്ച് പേർക്കൊക്കെ അറിയാം. ടൂറിസ്റ്റർക്ക് വണ്ടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം. നാട്ടിൽ ഭയങ്കര റയറായിട്ടേ കിട്ടുള്ളൂ. അപ്പം RD350 അറിയാത്ത ആളുകൾക്ക് നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ നമ്മുടെ ദുൽഖറും ഫഹദും റെഡ് വണ്ടി ഓടിക്കുന്നുണ്ട്. ദുൽഖർ ഒരു ബ്ലൂ വണ്ടിയില്ല, വൈറ്റും ബ്ലൂ ആ വണ്ടി 1984 ആയിരുന്നു. അതിപ്പോൾ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വീട് പണി ഉള്ള സമയത്ത് കാശിന് ടൈറ്റ് വന്നപ്പോൾ കൊടുത്തു. എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തത് 3.5 ലക്ഷത്തിന് ഞാൻ കൊടുത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് 5-6 ലക്ഷം രൂപ വിലയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അറിയത്തില്ല നാട്ടിൽ എന്ത് വിലയുണ്ട്. ഇപ്പോൾ നല്ല വണ്ടി കിട്ടാൻ പാടായിരിക്കും. എൻ്റേത് ഒരു ഫ്രണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള മിസോറാമിൽ നിന്ന് എടുത്ത് എനിക്ക് വേണ്ടി റീബിൽഡ് ചെയ്ത് തന്നതാണ്. 1984 ആയിരുന്നു തോന്നുന്നു. എൻ്റെ അടുത്ത് 2 ഉണ്ടായിരുന്നു ആക്ച്വലി. ഒന്ന് 1984, ഒന്ന് 87 ആയിരുന്നു. ആദ്യത്ത് വാങ്ങി അത്ര പോരായിരുന്നു വണ്ടി, അത് ഞാൻ കൊടുത്തു. പിന്നെ രണ്ടാമത് ഈ വണ്ടി എടുത്ത് ഫ്രം സ്ക്രാച്ച് ഫുള്ള് പണിയെടുത്ത് ഫുള്ള് റീബിൽഡ് ചെയ്തു. കാർബ് എല്ലാം മാറ്റി, സിലിണ്ടേഴ്സ് ഒക്കെ മാറ്റി. USPEC സിലിണ്ടേഴ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ ഡിജിറ്റൽ ഇഗ്നീഷനാക്കി, പ്ലാറ്റിനം പോയിൻ്റൊക്കെ എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞു. അത്യാവശ്യം കെഹിൻ്റെ ഐ തിങ്ക് ഇറ്റ് വാസ് റേപ്ലിക്ക കാബ്സൊക്കെ ഒപ്പിച്ചു. അടിപൊളിയായിരുന്നു സാധനം. പോക്കറ്റായിരുന്നു അത്യാവശ്യം. വൈഫ് എപ്പോഴും അതിൽ കോളേജിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു, തൃശ്ശൂരേക്ക്. അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തൊരു Z800 ഉണ്ടായിരുന്നു. ലാസ്റ്റ് വണ്ടി അതായിരുന്നു. അതത്ര പിന്നെ കംഫർട്ടബിൾ അല്ല, ഓടിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ പില്ലിന് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ബൈക്കൊന്നും അധികം കയറാറില്ല. പിന്നെ ഇങ്ങോട്ട് പോകും. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് കാര്യമായിട്ട് എൻ്റെ കൂടെ റൈഡ് വരുന്നത്, മോട്ടോർ സൈക്കിൾ. റൈഡ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനായി. അടുത്ത് പോയോ നോക്കൂ? ആണോ? എന്തോ താക്കോൽ ഇവിടെ അടുത്ത്.